ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ദുബൈയെ പറ്റി എല്ലാവരും പറയാറുള്ളത്, സഞ്ചാരികൾ പറയാറുള്ളത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു ചെപ്പാണ്. കാരണം തുറക്കും തോറും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ കാഴ്ചകളുള്ള ഒരു മാന്ത്രിക ചെപ്പാണ് ദുബായ്. ഇതാ നമ്മളിപ്പോൾ ഉള്ളത് ദുബൈയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, രാത്രി കാഴ്ചകളിൽ ഏറ്റവും മനോഹരിയായി ദുബൈ കാണുന്ന ദുബൈ മറീന ബീച്ചും മറീന മാളിൻ്റെ പിറകു ഭാഗത്തുള്ള മറീനയുടെ സുന്ദരമായ ദൃശ്യങ്ങളിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ മറീന ബീച്ചിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നമ്മളിപ്പോൾ യാത്രയിലാണ്, ദുബൈ മറീനയിലേക്കുള്ള യാത്രയിൽ. ഏറ്റവും സുന്ദരമായ ദുബൈയിലെ കാഴ്ചകളിൽ ഒന്നാണ് ഈ ദുബൈ മറീന. എൻ്റെ ഫ്രണ്ട് ആഷിക്ക് പറയാറുണ്ട്, അവന് ഷെറീനയേക്കാൾ ഇഷ്ടം മറീനയാണെന്ന്. ഷെറീന എന്ന് വെച്ചാൽ അവൻ്റെ വൈഫാണ്. അവൻ്റെ വൈഫിനേക്കാളും അവൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഈ മറീനയിലാണ്. കാരണം അത്രമേൽ സുന്ദരമാണ് ഈ ദുബൈ മറീനയുടെ കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ. ഞങ്ങൾ ദുബൈ മറീനയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ദുബൈ ജുമൈറ വഴിയാണ് ദുബൈ മറീനയിലേക്ക് പോകുന്നത്. കാരണം ഈ സൈഡിൽ രണ്ട് വശത്തും യൂറോപ്പിൻ്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളുടെ അവരുടെ തനതായ ശില്പ രീതിയിലുണ്ടാക്കിയ വമ്പൻ കെട്ടിടങ്ങൾ കാണാം. പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവരുടെ രീതിയിലായിരിക്കുമല്ലോ അവരുടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള അമ്പരചുംബികളായ സൗധങ്ങളുടെ നടുവിൽ കൂടിയാണ് നമ്മുടെ ഈ യാത്ര. ആകാശം മുട്ടുന്ന ഈ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വളരെ വിദൂരതയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിലൊന്നായ ബുർജ് ഖലീഫയുടെ ഒരു വിദൂര ദൃശ്യം കാണുന്നത്. നമ്മൾ യേശുദാസിൻ്റെ പഴയൊരു പാട്ട് കേട്ടിട്ടില്ലേ, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ച സൗന്ദര്യമെന്ന്. ഏത് സിനിമയിൽ ആ പാട്ട്? അതുപോലെയാണ് ദുബായ്. എത്രമേൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടും, എത്രമേൽ ലോകത്തിൻ്റെ മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങളും ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സൗധങ്ങളും ഉണ്ടാക്കിയിട്ടും തീരാത്ത വണ്ണം ദുബായ് പുതിയ പുതുമയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അസ്തമയത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരു ഭംഗി നമുക്ക് ഈ റോഡ് സൈഡുകളിലെ കെട്ടിടങ്ങളെ പ്രതിഫലിക്കുന്നത് കാണാം. ഈ കടന്നു പോകുന്നതാണ് ദുബായ് ട്രാം. മെട്രോയിൽ നിന്ന് ദുബൈയുടെ വിവിധം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ദുബൈ ജുമൈറയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കുവാൻ പറ്റുന്ന ഒരു ഗതാഗത മാർഗമാണ് ദുബായ് ട്രാം.
ഇപ്പോൾ നമ്മൾ ദുബായ് മറീനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുബായ് മറീന മാളിൻ്റെ അകത്തോടുകൂടി നമുക്കൊരു പ്രവേശന കവാടമുണ്ട്. അതിലൂടെ നമ്മൾ മറീനയിലോട്ട് പോകാം. ആ സൈഡിലുള്ള കാഴ്ചകൾ പകർത്താമെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് ഞങ്ങൾ ദുബായ് മറീനയിലേക്ക് പോവുകയാണ്. ഒന്നു തെറ്റി. കാരണം മറീന എന്ന് പറഞ്ഞ് ഞങ്ങൾ തെറ്റായി കയറിയത് അടുത്തുള്ള അഡ്രസ്സ് ഹോട്ടലിലായിരുന്നു. നമ്മുടെ സെറ്റപ്പ് കണ്ടപ്പോഴേ സെക്യൂരിറ്റിക്ക് മനസ്സിലായി ഈ ഹോട്ടലിൽ താമസിക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് എന്നുള്ള ആൾക്കാരല്ലെന്ന്. അപ്പോൾ അവർ ചോദിച്ചു എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ മറീന എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവർ വഴി കാണിച്ചു തന്നു. ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും. പക്ഷേ ഇത്തവണ അബദ്ധം പറ്റിയില്ല. കറക്റ്റായി നമ്മൾ ദുബായ് മറീന മാളിന് അകത്തൂടെ മറീന ബീച്ചിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ദയവായി ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ദയവായി. ഇപ്പോൾ നമ്മൾ മറീന മാളിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
അതിൻ്റെ ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണാം. ഈ മാളിനകത്തൂടെയാണ് നമുക്ക് മറീന ബീച്ചിലേക്ക് പോകേണ്ടത്. മറീന ബീച്ചിൻ്റെ ഒരു സൈഡ്, മറീന ബീച്ച് വളരെ നീണ്ടു കിടക്കുന്ന ഒരു ദൃശ്യമാണ്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാം. മറ്റുള്ള സൈഡുകൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഈ മാളിൻ്റെ ദൃശ്യഭംഗി കൂട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ആനയുടെ തലയെടുപ്പ് എന്നത് പറയുന്നത് പോലെയാണ് ഇതാ ഈ കാണുന്ന സ്ക്രീൻ. എമാ ഗ്രൂപ്പിൻ്റെ ഈ സ്ക്രീൻ, ഇതിൽ നമ്മൾ ഒരു കടലിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെയുള്ള അനുഭൂതിയാണ്. ഒരു കടൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു സ്ക്രീനാണിതാ, ഈ പക്ഷികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ്. യഥാർത്ഥമായി നമ്മൾ കടലിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ മറീനയുടെ ഭംഗിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഭംഗിയിൽ ഞാൻ എൻ്റെ മകനെ കൂടി ചുമക്കേണ്ടി വരുന്നു. കാരണം പുള്ളിക്കാരൻ ഒരിക്കലും ഇതുപോലുള്ള യാത്രകളിൽ തറയിലിറങ്ങാറേയില്ല. പുള്ളിയെ ചുമക്കേണ്ട ചുമതല എനിക്കാണ്. ഭാര്യയാണ് മിക്കപ്പോഴും ഈ വീഡിയോ എടുക്കുന്നത്. ഓ, നമ്മൾ ഈ മറീന മാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഈ മറീന ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നു വരുമ്പോഴും ഒരു ലോകത്ത് നിന്ന് വേറൊരു ലോകത്തേക്ക് വന്നിറങ്ങിയ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ ബീച്ചിൻ്റെയും ഈ മാളിൻ്റെയും ഇരുവശങ്ങളിലുമായി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, വിവിധ വർണ്ണങ്ങളിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ, നിർമ്മാണ കമ്പനിയായ എമാർ നിർമ്മിച്ച വിവിധ രീതിയിലുള്ള കെട്ടിടങ്ങൾ. അതിങ്ങനെ ഒരു പ്രകാശപൂരിതമായ, എന്താണ്, ഒരു ദീപാവലിക്ക് 1000 ദീപങ്ങൾ കത്തി നിൽക്കുന്നത് പോലെ പ്രകാശപൂരിതമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നിറങ്ങുന്നത്. ഈ നാട്ടിലൂടെ, ഈ ബീച്ചിൻ്റെ, ഈ ദുബായ് മറീനയുടെയും ഈ മറീന മാളിൻ്റെയും ഇടയിലൂടെ ഈ അമ്പരചുംബികളായ വിവിധ വർണ്ണങ്ങളിലുള്ള കെട്ടിടങ്ങൾ കണ്ട് ഒന്ന് യാത്ര ചെയ്യുന്നതിന് 500 ദിറംസാണ് ഇവർ ഈടാക്കുന്നത്. അത് താങ്ങാനുള്ള കരുത്തില്ലാത്തതിനാൽ ഞങ്ങൾ നടന്ന് കാഴ്ചകൾ കാണാമെന്ന് തീരുമാനിച്ചു. ഈ മോനെ എടുത്തുകൊണ്ടാണ് എൻ്റെ നടത്തം. കാരണം അവൻ ഇങ്ങനെയുള്ള യാത്രകളിലൊന്നും തറയിൽ നിൽക്കാറേയില്ല. ഭാര്യയാണ് ഈ വീഡിയോ എടുക്കുന്നതിലേക്ക് കേമി. എനിക്ക് ഈ വീഡിയോ എടുക്കാനൊന്നും അത്ര വശമില്ല. ഞാൻ എടുത്താൽ ഒട്ടും ശരിയാകത്തില്ല. അതുകൊണ്ട് മകനെ എടുത്തുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് എൻ്റെ നടത്തം. ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്രയാസങ്ങൾ നോക്കണേ. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ വഴിതെറ്റി കയറിയ ഡ്രസ് ഹോട്ടൽ. ഒന്ന് എൻട്രൻസ് മാറിപ്പോയി. ഇവിടെ ചെറിയ ചെറിയ കൗണ്ടറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ആഹാരം കഴിക്കുന്നവരാണ്. ഇരുന്ന് ആഹാരം കഴിച്ച്
ചായയോ സ്നാക്സോ കഴിച്ച് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൗണ്ടറുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻസാണ് ഇവിടെ ഇരുന്ന് ഈ ആഹാരം കഴിച്ച് ഈ ഭംഗി ആസ്വദിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് ഇവിടെ നിന്നും നമ്മൾ ചായയോ സ്നാക്സോ ഒന്നും കുടിച്ചില്ല. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ് ഹോട്ടൽ. നമ്മൾ വഴിതെറ്റി കയറിയ ദുബായ് മറീന എന്ന് പറഞ്ഞ് വഴിതെറ്റി കയറിയ അഡ്രസ് ഹോട്ടൽ. നമുക്കിവിടെ നിന്ന് കുറച്ച് വ്യക്തമായത് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലകളിലൊന്നാണ് അഡ്രസ് ഹോട്ടൽ. അങ്ങനെ ഏറെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മോനൊന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്ത് കാഴ്ചയിൽ കണ്ട് നടക്കാൻ പറ്റിയ സമയം. അധികം ഒന്നും റിലാക്സ് ചെയ്യാൻ അവൻ എന്നെ അനുവദിച്ചില്ല. വീണ്ടും അവൻ വലിഞ്ഞെൻ്റെ ചുമലിലേക്ക് കയറി. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.